നമ്മൾ ഓരോ ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഓരോ ദിവസവും ഉറങ്ങാൻ പോകുന്നുണ്ട്. പക്ഷേ ഉറങ്ങുന്നതിന് മുമ്പുള്ള ആ കുറച്ച് മിനിറ്റുകൾ പോലും അള്ളാഹുവിന്റെ പ്രതിഫലം നേടാനുള്ള അവസരമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ ഫോൺ നോക്കി സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് അവസാനം ക്ഷീണിച്ച് ഉറങ്ങുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ചില സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് ഉറങ്ങാൻ കഴിഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ രാത്രി പോലും ഇബാദത്തായി മാറും. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യാവുന്ന 5 പ്രധാന സുന്നത്തുകൾ പരിചയപ്പെടാം. അവസാനം പറയുന്ന ദുആ പ്രത്യേകമായും നിങ്ങൾ ഓർത്തു വെക്കണം. അപ്പൊ നമുക്ക് എന്തൊക്കെയെന്ന് നോക്കിയാലോ. ആദ്യത്തേത്, കഴിയുമെങ്കിൽ വുളു ചെയ്ത് ഉറങ്ങുക. നമ്മൾ നാളെ രാവിലെ എഴുന്നേറ്റ് നിസ്കരിക്കണം എന്ന് കരുതുന്ന പോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പും വുളു ചെയ്ത് നല്ലൊരു സുന്നത്താണ്. വുളു ചെയ്യുന്നത് നല്ലൊരു രീതിയിലായിരിക്കണം, നല്ല സുന്നത്തിലായിരിക്കണം. അന്നത്തെ രാത്രി മനോഹരമായിരിക്കും. വുളു ചെയ്ത ശേഷം മനസ്സും ശരീരവും ശുദ്ധിയായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഉറങ്ങാം. ദിവസം മുഴുവൻ എത്ര തിരക്കുണ്ടായാലും എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും ഉറങ്ങുന്നതിന് മുമ്പുള്ള ആ കുറച്ച് നിമിഷങ്ങൾ അള്ളാഹുവിനായി മാറ്റിവെക്കാൻ ശ്രമിക്കാം. നമ്മുടെ മനസ്സിൽ വിഷമങ്ങൾ ഉണ്ടാകാം. ചിലർ കരഞ്ഞുകൊണ്ടായിരിക്കും ഉറങ്ങുന്നത്. ചിലർക്ക് നാളെയെക്കുറിച്ച് ഭയമുണ്ടാകും. അത്തരം സമയത്ത് എൻ്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട് എന്ന വിശ്വാസത്തോടെ ഉറങ്ങാൻ ശ്രമിക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് പരിഹരിക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ അതെല്ലാം അള്ളാഹുവിന്റെ കൈകളിൽ ഏൽപ്പിക്കാൻ നമുക്ക് കഴിയും. രണ്ടാമത്തേത്, ആയത്തുൽ കുർസി വായിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി വായിക്കുന്നതിനെ കുറിച്ച് ഹദീസിൽ പ്രത്യേകമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നമ്മുടെ രാത്രിയിലെ ഒരു പതിവാക്കാൻ ശ്രമിക്കാം. ആയത്തുൽ കുർസി വായിക്കുമ്പോൾ വെറും വാക്കുകൾ ഉരുവിടുന്നതിൽ മാത്രം നിൽക്കാതെ അതിന്റെ അർത്ഥം മനസ്സിലാക്കി വായിക്കാൻ ശ്രമിക്കാം. നമ്മൾ ആരുടെ സംരക്ഷണത്തിലാണ് ഉറങ്ങുന്നത്? അള്ളാഹുവിന്റെ. നമ്മുടെ വീടും കുടുംബവും കുട്ടികളും നമ്മുടെ ജീവിതവും എല്ലാം അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് അള്ളാഹുവിനെ ഓർത്ത് ഹൃദയം ശാന്തമാക്കാം. ഇനി നമുക്ക് ഇഖ്ലാസ്, ഫലക്ക്, നാസ് വായിക്കാം. ഇതാണ് മൂന്നാമത്തെ സൂറത്തുൽ ഇഖ്ലാസ്. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണിത്. സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ് വായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ഈ സൂറത്തുകൾ വായിച്ചിരുന്നതായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവ വായിച്ച ശേഷം കൈകളിൽ ഊതി ശരീരത്തിൽ തേക്കുന്ന രീതിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ കാണാം. നമുക്ക് ഇത് വളരെ ലളിതമായി ചെയ്യാം. ആദ്യം ഇഖ്ലാസ്, പിന്നെ ഫലക്ക്, പിന്നെ നാസ്. ശേഷം കൈകളിൽ ഊതി കഴിയുന്നത്ര ശരീരത്തിൽ തേക്കാം. ഇത് ചെയ്യാൻ വലിയ സമയമൊന്നും വേണ്ട കേട്ടോ. പക്ഷേ ദിവസവും ചെയ്യുന്ന ഒരു ചെറിയ അമൽ നമ്മുടെ രാത്രിയിൽ മനോഹരമായ ഭാഗമാക്കാം. ഇന്നു മുതൽ ഉറങ്ങുന്നതിന് മുമ്പ് ഫോൺ മാറ്റിവെച്ച് കുറച്ച് നിമിഷങ്ങൾ ഖുർആനിനും ദിക്റിനുമായി മാറ്റിവെക്കാൻ ശ്രമിക്കുമല്ലോ. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റും കൂടി ചെയ്യണേ. ഇനി നാലാമതായി നമുക്ക് പറയാനുള്ളത്, വലതുവശം കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബറാ ഇബ്നു ആസിബിനോട് ഉറങ്ങാൻ പോകുമ്പോൾ വുളു ചെയ്യാനും വലതുവശം കിടക്കാനും പഠിപ്പിച്ച ഹദീസിലുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിന്തുടരാൻ കഴിയുന്നത് വലിയ അനുഗ്രഹമാണ്. സുന്നത്ത് എന്നത് വലിയ വലിയ കാര്യങ്ങളിൽ മാത്രമല്ല കേട്ടോ. നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, എങ്ങനെ ഉറങ്ങുന്നു, എങ്ങനെ സംസാരിക്കുന്നു, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, ഇതെല്ലാം അതിൽപ്പെട്ടതാണ്. നമ്മുടെ ദിവസത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിന്തുടരാൻ കഴിയണം. അല്ലെങ്കിൽ നമ്മളൊരു മനുഷ്യനല്ല. ഒരാളോട് ഒച്ചത്തിൽ സംസാരിച്ച് അയാൾക്ക് സങ്കടപ്പെടുന്ന രീതിയിൽ സംസാരിച്ച് നമ്മൾ ഉറങ്ങിയിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ഉറങ്ങാൻ പോകുമ്പോൾ ഓർക്കുക, ഇതും എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. അങ്ങനെ നമ്മുടെ സാധാരണ ജീവിതത്തിലെ ഓരോ നിമിഷവും പ്രതിഫലം ലഭിക്കാവുന്ന അവസരമായി നമുക്ക് മാറ്റാം. ഇനി അഞ്ചാമത്തേതായി നമുക്ക് പറയാനുള്ളത് ഉറങ്ങുന്നതിന് മുമ്പുള്ള ഒരു ദുആ ആണ്. ഇത് എല്ലാവരും ചെല്ലുന്ന കാര്യമാണ്. പക്ഷെ എങ്കിലും ചിലർക്ക് അറിയാത്തതുണ്ട്, ചിലർ അറിഞ്ഞിട്ടും ചെല്ലാത്തതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വളരെ മനോഹരമായ ദുആയാണിത്. ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹ്യാ. അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. ചിന്തിച്ചു നോക്കുക, നമ്മൾ ഓരോ രാത്രിയും ഉറങ്ങുമ്പോൾ നാളെ രാവിലെ എഴുന്നേൽക്കുമെന്ന് ഉറപ്പില്ല. എന്നിട്ടും നമ്മൾ അലാറം വെച്ച് ഉറങ്ങുന്നു. നാളെ രാവിലെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് ആഗ്രഹങ്ങളോടെ ഉറങ്ങുന്നു. നാളെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്.
പക്ഷേ ജീവിതവും മരണവും നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഇന്ന് നമ്മൾ വഴക്കിട്ട് ഉറങ്ങും, അല്ലെങ്കിൽ വീട്ടിൽ സമാധാനമില്ലാതെ ഉറങ്ങുന്നു. ഒരാൾ വരുന്നതിന് മറ്റൊരാളോട് കയർക്കുന്നു. പക്ഷേ അതെല്ലാം നമ്മൾ രാത്രി ഉറങ്ങിക്കിടന്ന് നേരം വെളുക്കുമ്പോൾ എണീക്കുമെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് അള്ളാഹുവിനെ ഓർക്കുന്നത് ഇത്ര മനോഹരമായ കാര്യമാണ്. യാ അല്ലാ, ഇന്ന് ഞാൻ ചെയ്ത തെറ്റുകൾ പൊറുക്കണമേ, എന്റെ കുടുംബത്തെ സംരക്ഷിക്കണമേ, എന്നെ ശരിയായ വഴിയിൽ ഉറപ്പിച്ചു നിർത്തണമേ, നാളെ എന്നെ ഉണർത്തണമേ എന്ന് ഹൃദയത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നല്ലൊരു മരണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എത്ര രാത്രികൾ കടന്നുപോയി എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇനി വരുന്ന രാത്രികൾ എങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം. ഉറങ്ങുന്നതിന് മുമ്പ് മണിക്കൂറോളം ഫോൺ ഉപയോഗിക്കുന്നതിന് പകരം കുറച്ച് നിമിഷങ്ങൾ അള്ളാഹുവിനു വേണ്ടി ഓർക്കാം. വലിയ അമലുകൾ ചെയ്യാൻ കഴിയാത്ത ദിവസങ്ങളിലും ചെറിയ സുന്നത്തുകൾ ഉപേക്ഷിക്കാതിരിക്കാൻ ശ്രമിക്കാം. ഒരു പക്ഷേ നമ്മൾ വളരെ ചെറുതായി കരുതുന്ന ഒരു അമലായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ വളരെ വിലപ്പെട്ടത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഈ 5 കാര്യങ്ങൾ ഓർക്കുക. വുളു ചെയ്യുക, ആയത്തിൽ കുർസി ഓതുക, ഇഖ്ലാസ്, ഫലക്ക്, നാസ് എന്നിവ ഓതുക, വലതുവശം ചേർന്ന് കിടക്കുക, ഉറക്കത്തിൽ ദുആ ചെയ്യുക. ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ പതുക്കെ ശീലമാക്കും. ശീലമായിട്ടില്ലെങ്കിൽ നമ്മൾ അതിനോട് പിന്തുടരും തോറും നമ്മുടെ ജീവിതത്തിൽ അത് വന്നുകൊള്ളും. അള്ളാഹു നമ്മുടെ രാത്രികളെ ഇബാദത്ത് കൊണ്ടും സമാധാനത്താലും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉറക്കത്തെ പോലും പ്രതിഫലം ലഭിക്കുന്ന ഒരു അവസരമാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ. ഒരാൾ ഇത് കണ്ടിട്ട് ഒരു സുന്നത്ത് ജീവിതത്തിൽ സ്വീകരിച്ചാൽ അതിന്റെ പ്രതിഫലത്തിൽ നമുക്കും പങ്കാളി ആവട്ടെ, ഇൻഷാ അല്ലാ. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ, നിങ്ങൾക്ക് എങ്ങനത്തെ കാര്യങ്ങളിലാണ് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.